വളരെ പോസിറ്റീവായി ഞാൻ പറയട്ടെ. നയമാൻ എന്ന് പറയുന്നത് സിറിയൻ സൈന്യ അധിപനായിരുന്നു, ജനറൽ ആർമി ചീഫായിരുന്നു. അവന് എവിടെ പോയാലും സ്തോത്രം ശത്രുവിനെ തോൽപ്പിക്കും. അടുത്ത ദിവസമാണ് അവന് സ്തോത്രം ശമരിയ വന്ന് ആക്രമിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ച് അവന് സ്തോത്രം അത് ജയിച്ചിട്ട് കടന്നുപോയത്. അവൻ്റെ വസ്ത്രം മാറിയപ്പോൾ സൈന്യാധിപനാണ്, പക്ഷെ അവൻ്റെ വസ്ത്രം മാറിയപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠമെന്ന്. പുറമെ നോക്കുമ്പോൾ നല്ല ബിസിനസ്സാണ് അവർക്ക്, പുറമെ നോക്കുമ്പോൾ നല്ല വരുമാനമാണ്, പുറമെ നോക്കാൻ നല്ല ഡ്രസ്സാണ്, നല്ല ഡെസിഗ്നേഷനുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ കരയുന്ന ഒരു ഹൃദയമുണ്ട്, ഉടഞ്ഞ ഒരു ഹൃദയമുണ്ട്. പലർക്ക് പല ടൈറ്റിലുണ്ടായിരിക്കും, പലർക്ക് പല സ്തോത്രം ലേബൽസ് ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അവിടെ ടൈറ്റിൽ നോക്കിയല്ല നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്, അവിടെ പുറമെയുള്ള ഗ്ലാമർ നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്. ആ സാറുള്ളത് എനിക്കൊരു ക്രെഡിറ്റാണ്, ആ മാഡം ഉള്ളത് എനിക്കൊരു നന്മയാണ്. നോ 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 ആ സാറിൻ്റെ സ്റ്റാറും മാഡത്തിൻ്റെ ക്രെഡിറ്റും അല്ല നീ നോക്കേണ്ടത്, ഹൃദയങ്ങളെ നോക്കി ശുശ്രൂഷിക്കുക. തമ്പുരാൻ പറയുന്നത് മനുഷ്യൻ മുഖത്തെ കാണുന്നു, ദൈവം ഹൃദയങ്ങളെ കാണുന്ന. കർത്താവ് നോക്കുന്നത് മുഖമല്ല, കർത്താവ് നോക്കുന്നത് ചുണ്ടിലെ ചായവും അത് പൊട്ടിയിടുന്ന മേക്കപ്പും അല്ല. കർത്താവ് നോക്കുന്നത് ഹൃദയമാണ്. കർത്താവ് നോക്കുന്നത്. അപ്പാ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഹൃദയങ്ങളെ നോക്കി ശുശ്രൂഷിപ്പാൻ. പേഴ്സ് നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്, ജാതി നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്, കുടുംബം നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്, ഹൃദയങ്ങളെ നോക്കി ശുശ്രൂഷിക്കാൻ.